ഹായ്, നമ്മളെ നാട്ടില് ഒരുപാട് രക്ഷിതാക്കളുണ്ട്. എന്താ വെച്ചാല് മക്കളോട് വേർതിരിവ് കാട്ടുക, മരക്കളോട് വേർതിരിവ് കാട്ടുക. ചിലപ്പോ ആ കുടുംബത്തിലെ മൂത്ത മകന് ചെറുപ്പത്തിലേ ഗൾഫിൽ പോകുന്ന ആ തറവാടൊക്കെ ഉഷാറാക്കി ഉണ്ടാക്കി ഒരുപാട് കൊല്ലം കഴിഞ്ഞോനെ കല്യാണമൊക്കെ അയച്ച് പിന്നെ മക്കളൊക്കെ ആയി. അപ്പോഴൊക്കെ രണ്ടാമത്തെ കല്യാണം കഴിക്കണേ. അപ്പൊ ഇമാരെന്താട്ടും രണ്ടാമത്തെ ഒപ്പം നിൽക്കും, പിന്നെ മൂന്നാമത്തെ കല്യാണം കഴിക്കും, പിന്നെ മൂന്നാമത്തെ ഒപ്പം നിൽക്കും. വലിയൊന്ന് അയച്ചത് എന്താട്ടും ഒന്നുമല്ല, എവിടെയല്ല, ഒന്നുമല്ല. പിന്നെ ചിലർക്കുണ്ട് ചെറിയ മക്കളോട് ഭയങ്കര സ്നേഹം, ചെറിയ മക്കളെ പിന്നെ ഭാര്യമാരോട് പ്രത്യേക സ്നേഹം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം? എന്തിനാ? എല്ലാവരും മക്കൾ തന്നെയല്ലേ, എല്ലാവരും മരുമക്കൾ തന്നെയല്ലേ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ വലിയവന് ഒരുപാട് കഷ്ടപ്പെട്ട് വീട് നേരാക്കലും മറ്റേ നേരാക്കലും ഗൾഫ് കടന്നിട്ട് ഒരുപാട് കൊല്ലം കഴിഞ്ഞതൊക്കെ ആക്കി അപ്പോഴേക്കാണ് അവന്റെ ചെറിയ അഞ്ചൻ വലുതായി വരുന്നത്. അങ്ങനെ തറവാട് ഓരി വെക്കുമ്പോ ആർക്ക് ആ ചെറിയ അഞ്ചന് വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായി, വലിയ സാക്ഷിയായി. പിന്നെ അവൻ അധ്വാനിക്കണ്ട വേറെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്. പിന്നുണ്ട് സ്വന്തം മകളെ കെട്ടിച്ചയച്ചാൽ ഇങ്ങനെ വരുമ്പോ ചോദിക്കും എന്താ വെച്ചാല് അടുത്ത വർത്താനതാ അമ്മായിമ്മ പോരുണ്ടോ കിബറുണ്ടോന്നൊക്കെ. മകൻ കെട്ടിക്കിടന്ന പെണ്ണിനിട്ടിട്ട് നല്ല ചവിട്ടി തേക്കേണ്ട ഒരുപാട് അമ്മായിമാരുണ്ട്. വേർതിരിവ് കാട്ടുക, ചെറിയ മകന്റെ പെണ്ണുങ്ങളോട് പ്രത്യേക സ്നേഹം, മറ്റുള്ള പിന്നെ മരക്കളോട് സ്നേഹക്കുറവ്, ഓല അതും ഇതും പറയാ. അങ്ങനത്തെ ഒരുപാട് ഞാൻ കേൾക്കലുണ്ട്. അതുകൊണ്ട് പറയാണ്, എന്തിനാണ് ഇതൊക്കെ നിക്കണേ? എല്ലാരും മനുഷ്യന്മാരെന്നല്ലേ, എല്ലാരും പിന്നെ നിങ്ങളെ മക്കൾ തന്നെയല്ലേ. ഒരുപാട് വേർതിരിവ്, പേരക്കുട്ടിയോട് വേർതിരിവായിട്ടുന്ന ആൾക്കാരുണ്ട്. എന്തിനാ അതൊക്കെ? ആരടി മണ്ണിലായിട്ട് പോകുമ്പോ എന്ത് വായിക്കങ്ങൊക്കെ കിട്ടാല്ലേ? വയസ്സാകുമ്പോ എന്താ വെച്ചാല് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സൂക്കടാണ്. പിന്നെ നിങ്ങൾ കടക്കണ സമയത്ത് ഈ വെറുക്കപ്പെട്ട മക്കളും ഈ മരുക്കൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കെന്താ വെച്ചാല് വയസ്സായ ആൾക്കാർ, ഞാനും വയസ്സാവും, എല്ലാരും ചിന്തിക്കെന്താ വെച്ചാല് മക്കളും പേരക്കുട്ടികളും മരുമക്കളൊക്കെ കണക്ക് തന്നെ. വയസ്സായി ഇങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല തോന്നുന്ന സമയത്ത് നിങ്ങൾ എന്താ അടങ്ങിയാടെ ഇരിക്കുക, എന്തെങ്കിലും നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള മതക്കാരെ അത് ചെയ്യുക, അവനാണ് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, മക്കളോടും പേരക്കളോടൊക്കെ നല്ലവർക്ക് സംസാരിക്കുക. എന്തെങ്കിലും വേണമെങ്കിലും മക്കളോട് പറയും എനിക്കത് വേണം മോനേന്ന്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിവ് കാട്ടിയിട്ടൊന്നും ഒരു കാര്യമല്ല ദുനിയാവില്. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം. ഒരുപാട് തള്ളാറുണ്ട് ലാസ്റ്റ് നിന്നിട്ട് ഈ വെറുക്കപ്പെട്ട മക്കളെ കാലിന്റെ അടിയിൽ എത്തുന്നത്. അപ്പൊ അതിന് അവസരം വരുത്തണ്ട, ആദ്യം തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിൽക്കാഞ്ഞാൽ മതി. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം അല്ല പിന്നെ